നമസ്കാരം. വടകരയിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് മാത്രമല്ല വേദിക്ക് പോലും വേണ്ടാത്ത സ്ഥാനാർത്ഥിയായി മാറി കെ മുരളീധരൻ എന്ന സോഷ്യൽ മീഡിയ. കെ മുരളീധരന്റെ സ്വീകരണ വേദി തകർന്നു വീണു. കോൺഗ്രസ് നേതാവും വടകരയിലെ സ്ഥാനാർത്ഥിയുമായ കെ മുരളീധരന്റെ കഥ വലിയ കഷ്ടത്തിലാണ്. മുരളീധരനെ വലിയ ആഘോഷത്തോടു കൂടി ഒരു വീരപരിവേഷം നൽകി ആരും ഏറ്റെടുക്കാതിരുന്ന മണ്ഡലമായ വടകരയിലേക്ക് കെട്ടിയിറക്കിയ കോൺഗ്രസ് പ്രവർത്തകർ മുരളീധരനെ ചതിക്കുകയായിരുന്നു. കാരണം കെ മുരളീധരന്റെ പ്രചരണത്തിന് കോൺഗ്രസ് പ്രവർത്തകർ ആരും വരുന്നില്ല എന്ന പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് മുരളീധരൻ. വടകരയിൽ ദിവസങ്ങൾക്ക് മുമ്പേ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി പി ജയരാജനെ പ്രഖ്യാപിച്ചിട്ടും പി ജയരാജന് എതിരെ മത്സരിപ്പിക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ പോലും കിട്ടാത്ത വലിയ വിഷമഘട്ടത്തിലായിരുന്നു കോൺഗ്രസ്. ആ സാഹചര്യത്തിലാണ് ഈ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഒരു വീരപരിവേഷ നായകനായി കെ മുരളീധരൻ അവതരിക്കുന്നത്. എന്നാൽ KPCC 2 ദിവസങ്ങൾക്ക് ശേഷം കെ മുരളീധരനെ വയനാട്ടിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചെങ്കിലും AICCയുമായുള്ള KPCCയുടെ പ്രശ്നം കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തിന് ഔദ്യോഗികത നൽകാനോ മുരളീധരനെ പ്രചരണത്തിന് ഇറങ്ങാനോ സാധിച്ചിരുന്നില്ല. മാത്രമല്ല 18 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടും വടകരയിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സാധിക്കാത്ത UDF നേതൃത്വത്തിനെതിരെ പ്രവർത്തകർ വലിയ രോഷവുമായി മുന്നോട്ട് വന്നിരുന്നു. മാത്രമല്ല മുരളീധരനെ പോലുള്ള ഒരു മുതിർന്ന നേതാവിനെ പ്രഖ്യാപിച്ചിട്ടും പ്രചരണത്തിന് ഇറങ്ങാൻ സാധിക്കാത്ത ബുദ്ധിമുട്ടിലായിരുന്നു മുമ്പ് കോൺഗ്രസ് പ്രവർത്തകരെങ്കിൽ ഇപ്പോൾ ഔദ്യോഗികമായി കോൺഗ്രസ് പ്രഖ്യാപിച്ചതിന് ശേഷം മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കോൺഗ്രസ് പ്രവർത്തകരെ പോലും കിട്ടുന്നില്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ വടകരയിലുള്ളത്. ഈ സാഹചര്യത്തിലാണ് കെ മുരളീധരനെ ട്രോളാൻ വേണ്ടി സോഷ്യൽ മീഡിയക്ക് മറ്റൊരു സംഭവം കൂടി അനുവദിച്ചു കിട്ടുന്നത്. മറ്റൊന്നുമല്ല, വടകരയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് മാത്രമല്ല വടകരയിലെ സ്റ്റേജിന് പോലും കെ മുരളീധരനെ വേണ്ട എന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ട്രോളിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, UDF സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ സ്വീകരണ വേദി തകർന്നു വീണ ഒരു ചടങ്ങായിരുന്നു ഇതിന്റെ ആധാരം. മുരളീധരൻ അടക്കം UDF പ്രവർത്തകർ പരിക്കില്ലാതെ രക്ഷപ്പെടുകയും ചെയ്തു. ചങ്ങരോത്ത് പഞ്ചായത്തിലെ ചെറിയ കുമ്പളത്ത് ബുധനാഴ്ച രാത്രിയാണ് സംഭവം. മുരളീധരൻ എത്തിയ ഉടൻ മാലയിടാൻ പ്രവർത്തകർ വേദിയിലേക്ക് തള്ളിക്കയറി. ഉന്തും തള്ളുമായതോടെ വേദി തകർന്നു. മാലയിടുന്ന പ്രവർത്തകന്റെ മുകളിലായി മുരളിയും വീണു. കോൺഗ്രസ് നേതാവ് സത്യൻ കടിയങ്ങാട്, ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് SV കുഞ്ഞഹമ്മദ്, മണ്ഡലം സെക്രട്ടറി SK അസൈനാർ, VM മൊയ്തു എന്നിവർക്കൊപ്പമാണ് മുരളി വീണത്. വേദി അധികം ഉയരത്തിലല്ലാത്തതിനാൽ അപകടമുണ്ടായില്ല. സ്റ്റേജ് പൊട്ടി വീണിട്ടും ഒരാപത്തും ഉണ്ടായിട്ടില്ലെന്നും ഏത് പ്രതിസന്ധിയും അതിജീവിക്കുമെന്നും മുരളി കൂട്ടിച്ചേർത്തു. നിലവിൽ വടകരയിലെ മുരളീധരന്റെയും തിരുവനന്തപുരത്തെ ശശി തരൂരിന്റെയും സ്ഥാനാർത്ഥിത്വം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. പ്രതിസന്ധി ഉണ്ടാക്കിയതാവട്ടെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ. ഹാരാർപ്പണം നടത്തുന്നവർ എത്രയും പെട്ടെന്ന് നടത്താൻ ഹാരാർപ്പണം താനിദാസർ ഏത് പ്രതിസന്ധി വന്നാലും നമുക്കതിനെ അതിജീവിക്കാൻ കഴിയും. സ്റ്റേജ് പൊട്ടി വീണിട്ട് പോലും ഒരാപത്തും ഉണ്ടായില്ല. അതാണ് ലക്ഷണം. അതുകൊണ്ട് ഇനി ബോംബുകളൊന്നും നമ്മുടെ പ്രവർത്തനത്തെ ബാധിക്കാൻ പോകുന്നില്ല. ഏതായാലും ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ സഹായിക്കണം, അനുഗ്രഹിക്കണം. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. രാജ് റെസിഡൻസി വടക്കേ മലബാറിലെ ഏറ്റവും വലുതും അത്യാധുനിക സൗകര്യങ്ങളോടും കൂടിയ 4-സ്റ്റാർ ഹോട്ടൽ. ക്ലാസി, എലഗന്റ് സ്വീറ്റ് റൂമുകൾ, എൻഗേജ്മെന്റ് ഹാൾ, ബോർഡ് മീറ്റിംഗ് ഹാൾ, മിനി കോൺഫറൻസ് ഹാൾ,
വിശാലമായ പാർക്കിംഗ് സൗകര്യം കൂടാതെ കോംപ്ലിമെന്ററി ഹെൽത്ത് ക്ലബ്, രുചിയുടെ വൈവിധ്യങ്ങളുമായി കോണ്ടിനെന്റൽ, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, തന്തൂരി ആൻഡ് ചൈനീസ്, ഫാമിലി എക്സ്ക്ലൂസീവ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ് തുടങ്ങി നിരവധി സൗകര്യങ്ങളോട് കൂടി കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം. രാജ് റെസിഡൻസി നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, അലാമിപ്പള്ളി, കാഞ്ഞങ്ങാട്. ഫോൺ 0467220844. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകൾ കിട്ടാൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.